നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്ന പകുതി പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തിരക്കാം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ISL ഇന്നും വീണ്ടും ആരംഭിക്കുകയാണ്. ഇന്ന് 31-ാം തീയതി ഏറ്റുമുട്ടാൻ പോകുന്ന ISL ഏത് ടീമൊക്കെ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരമാണ് ഇന്ന് ISL നടക്കാൻ പോകുന്നത്. 7:30-ക്കാണ് മത്സരം നടക്കുന്നത്. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC പോയിൻ്റ് ടേബിളിൽ നിലവിൽ 6-ാം സ്ഥാനത്താണ്. 12 മത്സരങ്ങളാണ് നിലവിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 2 മത്സരങ്ങൾ വിജയിക്കുകയും 6 മത്സരങ്ങൾ സമനിലയിലും അതേപോലെ തന്നെ 4 മത്സരങ്ങൾ തോൽവി ഏറ്റുവാങ്ങുകയുമാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. എന്തായാലും സമനിലയിൽ 6 മത്സരങ്ങളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC നേടിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ജംഷഡ്പൂർ FCയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ പോയിൻ്റ് ടേബിളിൽ 10-ാം സ്ഥാനത്താണ്. 12 മത്സരങ്ങൾ ജംഷഡ്പൂർ FCയും കളിച്ചിട്ടുണ്ട്. 2 മത്സരങ്ങൾ വിജയിച്ചപ്പോൾ 3 മത്സരങ്ങൾ സമനിലയിൽ മാത്രം പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 7 മത്സരങ്ങളാണ് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. വമ്പൻ തോൽവി കണക്കാണ് ISLൽ ജംഷഡ്പൂർ FCക്കുള്ളത്. എന്തായാലും ജംഷഡ്പൂർ FCക്ക് 9 പോയിൻ്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇരു ടീമുകളുടെയും 13-ാമത്തെ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പരിക്ക് തന്നെയായിരുന്നു. കാരണം പല മികച്ച താരങ്ങളെയും പരിക്ക് മൂലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു താരമായിരുന്നു ഫ്രെഡിയും വിപിൻ മോഹനനും. ഫ്രെഡിക്ക് നമുക്കറിയാം, ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റി താരം പുറത്തിരിക്കുക തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് പരിക്ക് മാറി പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് വിപിൻ മോഹനനും അതേപോലെ തന്നെ ഫ്രെഡിയും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ ഇവർ ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ ഇരു താരങ്ങളെയും നമുക്ക് ISLലെ ഫസ്റ്റ് 11-ൽ തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് ഒരു വമ്പൻ ട്രാൻസ്ഫർ ന്യൂസാണ് പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, FC ഗോവയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു വിദേശ താരമാണ് ഇഗർ ഗുട്ടോക്സിന. നമുക്കറിയാം, ഇഗർ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും എന്തുകൊണ്ടാണ് FC ഗോവ താരത്തിനെ നിലനിർത്താതെ താരത്തിനെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു എന്നാണ് ആരാധകരുടെ ചോദ്യം. എന്തായാലും FC ഗോവയിൽ നിന്ന് വിട്ടതിന് ശേഷം താരം മറ്റൊരു ക്ലബിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു വമ്പൻ ട്രാൻസ്ഫർ ഇറങ്ങിയിരിക്കുകയാണ്. ഇഗർ ഗുട്ടോക്സിനെ ഇപ്പോൾ മുംബൈ സിറ്റി FC ഒഫീഷ്യലായിട്ട് തന്നെ സൈൻ ചെയ്തതായിട്ട് പ്രമുഖ മാധ്യമ റിപ്പോർട്ടറായ മാർക്കസ് മർഗ്ലാവോ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇഗർ ഗുട്ടോക്സിനയുടെ മികച്ച ഗോളുകൾ ഇനി നമുക്ക് മുംബൈ സിറ്റി FCക്ക് വേണ്ടി തന്നെ കാണാൻ സാധിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ മുംബൈ സിറ്റി FCയുമായിട്ട് താരം ജോയിൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ന്യൂസാണ്. കാരണം നമുക്കറിയാം, മാർക്കസ് മർഗ്ലാവിനെ പോലെയുള്ള വമ്പൻ റിപ്പോർട്ടറൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ യോഗ്യതമായ കാര്യമാണ്. എന്തായാലും മുംബൈ സിറ്റി FC വൈകാതെ തന്നെ ഈ കാര്യം വ്യക്തമാക്കുമെന്ന് തന്നെ നമുക്ക് കരുതി വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.